നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ പലവിധ സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുന്നവരാണല്ലോ നമ്മൾ ഓരോരുത്തരും. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് എല്ലാ സൗകര്യങ്ങളോടും കൂടി നല്ല മനോഹരമായ ബന്ധങ്ങളും സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു ജീവിതം ജീവിക്കണം എന്നാണ്. പക്ഷെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തിൽ നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളോട്, അതായത് ജീവിത സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് ജീവിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ബാഹ്യമായ സാഹചര്യങ്ങളെ പെട്ടെന്ന് അങ്ങനെ നമുക്ക് പരിവർത്തനപ്പെടുത്തുവാൻ സാധിക്കില്ല. ആത്മീയതയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ഓരോരുത്തരും ഈ ജന്മം ഇല്ലെങ്കിൽ കഴിഞ്ഞ ഏതോ ജന്മത്തിൽ ചെയ്ത കർമ്മത്തിന്റെ ഫലമാണ് ഈ ഒരു ജീവിതമായി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ജന്മത്തിൽ തന്നെ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. മിക്കവാറും സമയം തെറ്റുകൾ ചെയ്യുമ്പോഴാണല്ലോ ജയിലിൽ പോകേണ്ടി വരുന്നത്. അപ്പോൾ ഒരു വ്യക്തി മനസ്സിലാക്കുകയാണ്, ഈ ഒരു സമയത്ത് എൻ്റെ ജീവിതം ഈ ജയിലിനുള്ളിലാണ്, അത് ഞാൻ ചെയ്ത കർമ്മത്തിന്റെ ഫലമാണ്, എന്തായാലും സംഭവിച്ചത് സംഭവിച്ചു, ഇനി അതിനെ തിരുത്തുവാൻ സാധിക്കില്ല. അപ്പോൾ ഈ ജയിലിനുള്ളിലുള്ള എൻ്റെ ഈ ജീവിതത്തിൽ ഞാൻ നല്ല രീതിയിൽ പെരുമാറുകയും അവിടുത്തെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുകയും സ്വന്തം സാഹചര്യത്തോട് പൊരുത്തപ്പെടുകയും ചെയ്താൽ പല കേസുകളിലും നല്ല നടപ്പ് കാരണം ശിക്ഷകൾ ഇളവാക്കി കിട്ടിയത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. പറയുവാൻ ഉദ്ദേശിക്കുന്നത്, ഏത് സാഹചര്യത്തിലും പൊരുത്തപ്പെടുവാനായി ഈ കർമ്മ നിയമം മനസ്സിലാക്കുന്നത് നമ്മെ സഹായിക്കും. അറിയാം, ആവശ്യത്തെ അനുഭവിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് കർമ്മ നിയമം പറയുമ്പോൾ അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ജയിലുകളിലും ആശുപത്രികളിലുമൊക്കെ ഇതുപോലുള്ള ആത്മീയ ക്ലാസ്സുകൾ, വാല്യൂ ബേസ്ഡ് ക്ലാസ്സുകൾ, അതായത് നമ്മുടെ ജീവിതത്തിൽ മൂല്യങ്ങൾ, സ്നേഹവും സന്തോഷവും ജീവിതത്തെ ഉൾക്കൊള്ളേണ്ടതിന്റെ ആവശ്യകതയും പരസ്പര സഹവർത്തിത്വത്തോടെ ജീവിക്കുന്നതും തെറ്റുകൾ പരസ്പരം ക്ഷമിക്കേണ്ടതിന്റെയും ഒക്കെ ആവശ്യകതയുള്ള ക്ലാസ്സുകൾ നമ്മൾ കൊടുത്താൽ ഒരുപാട് മാറ്റം അവരിൽ ഉണ്ടാകും. അവരിൽ പരിവർത്തനം വരികയും വീണ്ടും ആ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കേണ്ടതിന്റെ ആവശ്യം അവർക്ക് ബോധ്യമാക്കും. അതായത് മറ്റൊരാൾ തെറ്റ് ചെയ്തതുകൊണ്ടാകാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ വന്നിട്ടുള്ള നിസ്സഹായാവസ്ഥ കൊണ്ടൊക്കെ ആകാം പലപ്പോഴും വ്യക്തികൾ തെറ്റ് ചെയ്യുന്നത്. പക്ഷെ എന്ത് റീസൺ കൊണ്ടാണെങ്കിലും അങ്ങനെയുള്ള കർമ്മങ്ങൾ നമ്മളിൽ നിന്നുണ്ടായാൽ നമ്മൾ തന്നെയാണ് അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരിക എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തുവാൻ സാധിച്ചാൽ ഈ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിൽ നിന്നും നമുക്ക് അവരെ പിന്തിരിപ്പിക്കാനാവും. കുറ്റം ചെയ്തിട്ട് ശിക്ഷ നൽകുക എന്നുള്ളത് ഒരു പെർമനന്റ് സൊല്യൂഷൻ അല്ലല്ലോ. അതുകൊണ്ട് സ്കൂളുകളിലുമൊക്കെ ദിവസം ഒരു പീരിയഡെങ്കിലും ഈ വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾക്കായി നൽകണം എന്നാണ് നമ്മുടെ ഒരു വിനീതമായ നിർദ്ദേശം. ഇത് നിരന്തരം കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് കുട്ടികൾക്കും ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യേണ്ടതിന്റെ ആവശ്യം മനസ്സിലാക്കുകയും അപ്പോൾ അവരുടെ ആ വളർന്നു വരുന്ന ജീവിതത്തിലുടനീളം അവർ സ്കൂളിൽ നിന്നും അവരുടെ ജീവിത സൗകര്യങ്ങൾക്കായുള്ള വിദ്യാഭ്യാസം നേടുന്നതിനോടൊപ്പം ഈ ജീവിതം സന്തോഷത്തോടുകൂടി ജീവിക്കാൻ, ശാന്തിയോടുകൂടി ജീവിക്കാൻ ഈ വാല്യൂസും കൂടി ജീവിതത്തിൽ അപ്ലൈ ചെയ്യേണ്ടതാണെന്ന് മനസ്സിലാക്കുമ്പോൾ നല്ല ഉത്തമ പൗരന്മാരായി അവരെ വാർത്തെടുക്കുവാൻ നമുക്ക് സാധിക്കും. ഇപ്പോൾ നമ്മൾ മേൽ പറഞ്ഞതുപോലെ കടുത്ത സാഹചര്യങ്ങളിൽ പോലും പൊരുത്തപ്പെടുവാനായി കർമ്മ നിയമം നമുക്ക് മനസ്സിലാകും. ഇനി അഥവാ കർമ്മ നിയമം നമ്മൾ അംഗീകരിച്ചില്ലെങ്കിലും നമുക്കറിയാമല്ലോ, നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്തായാലും നമ്മളതിനെ നേരിട്ടേ പറ്റൂ. നമ്മൾ ഓരോരുത്തരും പല രീതിയിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ അതുമായി പൊരുത്തപ്പെടാൻ, അതായത് എനിക്ക് ഇപ്പോൾ ഈ ഒരു ജീവിതമാണ് ജീവിക്കേണ്ടത്, ഈ സൃഷ്ടി നാടകത്തിൽ ഈ ഒരു റോളാണ് ഇപ്പോൾ എനിക്ക് അഭിനയിക്കാനുള്ളത് എന്നും മനസ്സിലാക്കി അതിനെ നമ്മൾ സംയമനത്തോടുകൂടി കൈകാര്യം ചെയ്യുവാൻ ശീലിച്ചാൽ ആ സാഹചര്യത്തെ വളരെ സഹജമായി നമുക്ക് മറികടക്കുവാനും സാധിക്കും. നമ്മുടെ ആന്തരികമായ ശക്തി നഷ്ടപ്പെടുത്താതെ സാഹചര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാതെ ശീലിക്കുന്ന ഒരു ശീലവും
നമുക്ക് തയ്യാറാക്കി എടുക്കുവാൻ സാധിക്കും. തീരെ പൊരുത്തപ്പെടാൻ സാധിക്കാത്ത പ്രശ്നങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ മാറ്റത്തിനായി നമുക്ക് ശ്രമിക്കാം. അത് നമ്മളെല്ലാവരും ചെയ്യുമല്ലോ. എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ഏറ്റവും സുഗമമാക്കുവാനേ ഓരോ വ്യക്തിയും ശ്രമിക്കുകയുള്ളൂ. പക്ഷെ പലപ്പോഴും അത് സാധിക്കാതെ വരുമ്പോൾ അതുമായി പൊരുത്തപ്പെടാൻ നമ്മൾ ശീലിച്ചാൽ നമുക്ക് മനസമാധാനത്തോടു കൂടി ജീവിക്കാൻ സാധിക്കും. ഏത് പ്രശ്നത്തിനും ഒരു അവസാനം എന്തായാലും ഉണ്ടല്ലോ. ഒരു പ്രശ്നങ്ങളും ജീവിതത്തിൽ ഉടനീളം നിലനിൽക്കില്ല. നമ്മൾ വ്യക്തികൾ തന്നെ ഒരു ദിവസം ഈ ഭൂമി വിട്ടു പോകേണ്ടവരാണ്. അപ്പോൾ പിന്നെ ജീവിത സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ ശീലിച്ചാൽ ജീവിച്ചിരിക്കുന്ന സമയം നമുക്ക് സമാധാനത്തോടു കൂടി ജീവിക്കാം, മെച്ചപ്പെടുത്തുവാനായി ശ്രമിച്ചുകൊണ്ടും ഇരിക്കാം. പൊരുത്തപ്പെടാതെ ജീവിക്കുന്നത് അസഹിഷ്ണുതയോടെ അസംതൃപ്തിയോടെ ജീവിച്ചാൽ അതുകൊണ്ട് എന്തായാലും ഒരു പരിഹാരവുമല്ല, ആർക്കും ഒരു പ്രയോജനവും ഇല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ട് വീണ്ടും അവയെ മെച്ചമാക്കുവാനായി ശ്രമിച്ചുകൊണ്ടിരിക്കാം. നന്ദി, നമസ്കാരം.